അത്ഭുത രോഗശാന്തി വിദഗ്ധരുടെ അടുത്തേക്കും ബഹുഭാഷ അല്ലെങ്കിൽ അന്യഭാഷ വരമുള്ള ദേവദാസന്മാരുടെ അടുത്തേക്കും പോകുന്നവരുടെ ശ്രദ്ധയ്ക്ക് ഈ ഉള്ളവന് സമർപ്പിക്കാനുള്ളത്. ഏവർക്കും സ്വാഗതം. കേരളത്തിൽ ഇന്ന് വ്യാപകമായി ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ വ്യാപിച്ചു കിടക്കുന്ന ഒരു മതപ്രതിഭാസമാണ് അത്ഭുത രോഗശാന്തി നടത്തുകയും പ്രവചനവരം കൊണ്ട് മുതലെടുക്കുകയും ചെയ്യുന്ന വലിയ ഒരു പ്രവാചക അത്ഭുത രോഗശാന്തി വിദഗ്ധ കൂട്ടങ്ങളുടെ വെട്ടുക്കിളി പോലെ ജനമധ്യത്തിൽ ഇടം പിടിച്ച് അവരുടെ സ്വത്തിനെ, സമ്പത്തിനെ, പാവപ്പെട്ടവരുടെ സമ്പത്തിനെ കാർന്നു തിന്നുന്ന ഈ ഒരു പ്രതിഭാസം. അവരെല്ലാം ദൈവദാസന്മാരാണ്. അതുകൊണ്ട് നിങ്ങൾ അവരുടെ അടുത്ത് പോകുന്നു. മറ്റൊരു നിവൃത്തിയില്ല, എന്നിട്ട് നിങ്ങൾ അങ്ങോട്ട് പോകുന്നു. അത് പോകരുത് എന്ന് പറയുവാൻ ഞാൻ ആളല്ല, ഞാൻ അങ്ങനെ പറയുന്നുമില്ല. എന്നാൽ എനിക്ക് നിങ്ങളോട് ഒരു ചെറിയ അഭ്യർത്ഥന നടത്താറുണ്ട്. പ്രത്യേകിച്ച് ഇങ്ങനെയുള്ള കൂട്ടർ, അവർ രണ്ടുപേരും വലിയ തോതിൽ വലിയ ശബ്ദത്തിൽ അമറി വിളിച്ച് മറുഭാഷ പറയുന്നവരാണ് എന്ന് നിങ്ങൾക്കറിയാം. അവർ എപ്പോഴും മറുഭാഷ പറയാറില്ല. ഒരു പ്രത്യേക അവസ്ഥയിൽ വരുമ്പോഴാണ് സ്വന്തം ഭാഷയെ ഉപയോഗിച്ച് മറുഭാഷയിലേക്ക് അവർ ചാടിക്കയറുന്നത്. ആ അവസരത്തെ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്കിയാൽ മനസ്സിലാകും, അതൊരു പ്രത്യേകതയുള്ളൊരവസ്ഥയാണ്. എൻ്റെ ചെറുപ്പകാലത്ത് അന്ന് നിലവിലിരുന്ന സാമാന്യ ബുദ്ധി അനുസരിച്ച് ഇങ്ങനെയുള്ള സാഹചര്യങ്ങളെ കാണുമ്പോൾ അവർ ഭൂതഗ്രസ്തരാണ് എന്നാണ് മനസ്സിലാക്കിക്കൊണ്ടിരുന്നത്. ഞാനിപ്പോഴും അങ്ങനെയാണ് മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് തന്നെ അന്ന് നിലവിലിരുന്ന പൊതുവായ ഒരു വിശ്വാസം, ജനങ്ങളുടെ ഇടയിലുള്ള ഒരു ധാരണ, ഇങ്ങനെ ഭൂതബാധ ഉണ്ടാകാതിരിക്കുന്നതിന് വേണ്ടി കയ്യിൽ എന്തെങ്കിലും ഇരുമ്പ് കൊണ്ടുള്ള ഒരു ഉപകരണം, അത് കൂടുതലും ആളുകളും വലിയ, അന്നത്തെ കാലത്ത് വലിയ താക്കോലായിരുന്നു. ഈ കതകിലൊക്കെ ഈ ലോക്ക്, പൂട്ട്, വലിയ പൂട്ടാണ്. അപ്പോൾ അതിൻ്റെ വലിയ താക്കോൽ, അതിനകത്ത് ഒത്തിരി ഇരുമ്പുണ്ട്. അപ്പോൾ ഈ ഇരുമ്പ് കൊണ്ടുണ്ടാക്കിയ താക്കോലും കയ്യിൽ പിടിച്ച് ചില ദേഹത്ത് എവിടെയെങ്കിലും സ്ഥാപിച്ചിട്ട് ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ പോയാൽ നിങ്ങളെ ഭൂതം പിടിക്കത്തില്ല എന്ന ഒരു പ്രത്യാശ, അതൊരു വിശ്വാസം ആ കാലത്തുണ്ടായിരുന്നു. അതുകൊണ്ട് അനേകം ആളുകൾ ഇപ്രകാരമുള്ള അത്യാഘാതത്തിൽ നിന്ന് രക്ഷപ്പെട്ടു എന്നാണ് എനിക്ക് അറിയാൻ കഴിയുന്നത്. അതുകൊണ്ട് നിങ്ങൾ അങ്ങനെയുള്ള അറിവുള്ളവർ, അതായത് പഴയ കാലത്തെ ധാരണകളുള്ളവർ, ദയവായി അതനുസരിച്ച് ഇരുമ്പ് കൊണ്ടുള്ള ഒരു ഉപകരണവും, താക്കോലാകട്ടെ, അല്ലെങ്കിൽ ചെറിയ പിച്ചാത്തിയാകട്ടെ, അല്ലെങ്കിൽ സേഫ്റ്റി പിന്നാകട്ടെ, അല്ലെങ്കിൽ മുട്ടുസൂചിയാകട്ടെ, അല്ലെങ്കിൽ സ്ത്രീകളാണെങ്കിൽ എന്നാ പറയുന്നത്, ഹെയർ പിന്നാകട്ടെ, ഇരുമ്പ് കൊണ്ടുള്ള ഒന്നും ധരിച്ചുകൊണ്ട് ഇങ്ങനെയുള്ള ദൈവദാസന്മാർ ഈ അഭ്യാസങ്ങൾ നടത്തുന്ന ഇടങ്ങളിലേക്ക് പോകരുത്. നിങ്ങളവിടെ പോകരുത് എന്ന് ഞാൻ പറയുന്നില്ല, ദയവായി ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് പോകണമെങ്കിൽ പോകാം, ഞാൻ ഒരു വിധത്തിലും തടസ്സം പറയുന്നില്ല. പക്ഷെ നിങ്ങൾ പോകുമ്പോൾ ചെറിയ ഒരു കരുതൽ എന്ന വിധത്തിൽ ഒരു കാര്യം ശ്രദ്ധിക്കുക. അതായത് ഇരുമ്പ് കൊണ്ടുണ്ടാക്കിയ ഒരു കാര്യവും കയ്യിലോ പോക്കറ്റിലോ ശരീരത്തിൽ എവിടെയെങ്കിലുമോ വെച്ചുകൊണ്ട് അവിടെ പോകരുത്. അതിൻ്റെ കാരണം എന്താണ് എന്ന് മാത്രം ഞാൻ അന്ന് സൂചിപ്പിച്ചിട്ട് ചിന്തകൾ അവസാനിപ്പിക്കാൻ പോവുകയാണ്. ഈ വീഡിയോ വളരെ ഹ്രസ്വമായിരിക്കും. അത് നിങ്ങൾക്ക് ആശ്വാസവും എനിക്ക് അല്പം ആത്മധൈര്യവും നൽകുന്നതാണ്. ഞാൻ പറയുന്ന ഈ ഉപദേശം മറുതലിച്ച് ഒരു വലിയ താക്കോലും വഹിച്ചുകൊണ്ട് ഈ ആത്മാവിൻ്റെ നിറവിൽ തുള്ളുന്ന, മറുഭാഷ പറയുന്ന, മറുഭാഷയുടെ നിറവിൽ എരുമ പോലെ അമറുന്ന, കുരങ്ങ് പോലെ ചാടുന്ന, അല്ലെങ്കിൽ പന്ത് പോലെ തെറിക്കുന്ന ഈ ദൈവദാസന്മാരുടെ അടുത്തെങ്ങാനും ചെന്നാൽ അവരിൽ അപ്പോൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ആ ഒരു ശക്തി, അത് ദൈവാത്മാവല്ല, അത് സത്യത്തിൻ്റെ ആത്മാവല്ല എന്നതറിയാൻ വയ്യാത്ത ആരുമില്ല.
അത് നമ്മുടെ പണ്ടത്തെ ആശയം വെച്ച് പറഞ്ഞാൽ ഒരു ഭൂതഗ്രസ്ത അവസ്ഥ തന്നെയാണ്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഇരുമ്പ് കൊണ്ടുള്ള എന്തെങ്കിലും പദാർത്ഥം ഉണ്ടെങ്കിൽ ദേവദാസന്മാർ അങ്ങ് അവരുടെ ആ പ്രത്യേക അവസ്ഥയുടെ മൂർച്ഛന്യഭാവത്തിലെത്തി നിറഞ്ഞു തുള്ളുമ്പോൾ നിങ്ങൾ അതിൻ്റെ അടുത്തെങ്ങാനുമുണ്ട് നിങ്ങളുടെ കയ്യിൽ ഇരുമ്പ് കൊണ്ടുള്ള ഒരു ഇരുമ്പിൻ്റെ കഷ്ണമുണ്ട്, അല്ലെങ്കിൽ ഒരു പൊടി ഉണ്ടെന്ന് വിചാരിക്കും. നമ്മുടെ പണ്ടത്തെ അന്ധവിശ്വാസം അനുസരിച്ച് അത് ഈ ഭൂതങ്ങളെ നന്നേ ബാധിക്കുകയും അവ അലറി വിളിച്ച് അവിടെ നിന്ന് കടന്നു പോവുകയും ചെയ്യും. അപ്പോൾ നിങ്ങൾ വിചാരിക്കും നല്ല കാര്യമാണല്ലോ. ഒരിക്കലുമല്ല, അത് വലിയൊരു അപകടമുണ്ട്. അപകടം എന്താണെന്ന് ഞാൻ മർക്കോസിന്റെ സുവിശേഷം 5-ാം അധ്യായത്തിന്റെ അടിസ്ഥാനത്തിൽ ഒന്ന് സൂചിപ്പിക്കുകയാണ്. അവിടെ ഭൂതഗ്രസ്തനായ ഒരു മനുഷ്യൻ, അവനെ പറ്റിയുള്ള വിവരണങ്ങളൊക്കെയാണ്, അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് ഞാൻ കടക്കുന്നത് നിങ്ങൾക്കെല്ലാം അത് പരിചയമുള്ളതാണ്. അവൻ വലിയ ഈ മറുഭാഷ പറയുമ്പോൾ ഒരു ദൈവദാസനെ പ്രകാരമാണ് നിൽക്കുന്നത്, പ്രവർത്തിക്കുന്നത്, ശബ്ദിക്കുന്നത്, ആളുകളെ ഭയപ്പെടുത്തുന്നത്. അങ്ങനെയുള്ള ഒരു വല്ലാത്ത അവസ്ഥയിലാണ്. അവനെ പിന്നെ ആളുകളെ ഓടിച്ച് ശവക്കോട്ടയെ കൊണ്ട് വിട്ടു. അതൊരു വാസ്തവത്തിൽ നമ്മുടെ പ്രശ്നം പരിഹരിക്കാൻ അതൊരു ഉപാധി തന്നെയാണ്. പക്ഷേ യേശു അവിടെ ചെന്ന് അവനെ ശുശ്രൂഷിച്ച് അവനെ ഭൂതം വിട്ടുപോകത്തക്കവണ്ണം അവനെ സുബോധത്തിൽ കൊണ്ടുവന്നെന്ന് പറയുന്നത്. സുബോധത്തിൽ കൊണ്ടു. അപ്പോൾ എന്തു പറ്റി? അവനുണ്ടായിരുന്ന ഭൂതം പോയി അവിടെ മേഞ്ഞുകൊണ്ടിരുന്ന പന്നിക്കൂട്ടത്തിൽ പ്രവേശിച്ചു. 2000 പന്നികൾ കടുംതൂക്കത്തോടെ കടലിൽ വീണ് ചത്തുപോയി എന്ന് അവിടെ എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഈ വിട്ടുപോകുന്ന ഈ ഭൂതങ്ങൾ ഈ ദേവദാസന്മാരെ കൊണ്ട് അത് ചെയ്യിക്കാൻ സാധ്യതയുണ്ട്. ഭൂതങ്ങൾ വിട്ടുപോകുമ്പോൾ അതുവരെയും ഭൂതങ്ങൾ വളരെ സന്തോഷത്തോടെ, വളരെ സുഷുപ്തിയിൽ, സമാധാനത്തിൽ, വലിയ ധാരാളിത്വത്തിൽ മാന്യമായി വസിച്ചുകൊണ്ടിരുന്ന ഈ ഒരു ശരീരം അതിൽ നിന്ന് വിട്ടുപോകുമ്പോൾ ഒരു പക്ഷേ ദേവദാസന്മാരെയും കൊണ്ടായിരിക്കും പോകുന്നത്. അവർ ഇപ്പോൾ കടലെടുത്തില്ല. തിരുവനന്തപുരത്ത് തന്നെ കടലുമുണ്ട്, അത് കൂടുതൽ ശ്രദ്ധിക്കണം. കടലില്ലെങ്കിൽ അവർ വല്ല 2 നില കെട്ടിടം, അല്ലെങ്കിൽ 3 നില കെട്ടിടം, അല്ലെങ്കിൽ വലിയ സ്കൈ സ്ക്രേപ്പറിൻ്റെ മേൽ കൊടുന്ന് ചാടിയെന്നായിരിക്കും. പിന്നെ നിങ്ങൾ വേണം ഉത്തരം പറയാൻ. ആത്മഹത്യാ പ്രേരണ കുറ്റം ചുമത്തി പോലീസ് നിങ്ങളുടെ പുറകെ വരും. അതൊരു വലിയ കൊനിഷ്ടാണ്. അല്ലെങ്കിൽ നമുക്കറിയാം ഈ PP ദിവ്യയെ പോലെയുള്ള സ്വാധീനമുള്ള ആളുകൾ ആയിരിക്കണം. അങ്ങനെയാണെങ്കിൽ ഒരു പക്ഷേ രക്ഷപ്പെട്ടു. പക്ഷേ നമുക്കൊന്നും അങ്ങനെയുള്ള കഴിവില്ല. അതുകൊണ്ട് ദയവായി ഇങ്ങനെയുള്ള പൊല്ലാപ്പിൽ ചെന്ന് പെടരുത്. നിങ്ങൾ ദേവദാസന്മാരുടെ അടുത്ത് പോകണമെങ്കിൽ പോയിക്കോളൂ, യാതൊരു പ്രയാസം. പക്ഷെ ശരീരത്തിൽ ഇരുമ്പോ, ഇരുമ്പിൻ്റെ കഷ്ണമോ, ഇരുമ്പിൻ്റെ ഒരു തുരുമ്പോ ഉണ്ടാകരുത്. അത് നിശ്ചയമായി നിങ്ങൾ പാലിക്കേണ്ട ഒരു വലിയ വലിയ മര്യാദയാണ്. ഇങ്ങനെയുള്ള ആളുകളുടെ ജീവൻ നിങ്ങൾ മുഖാന്തരം അപകടത്തിലായി പോകാതിരിക്കത്തക്കവണ്ണം നിങ്ങളുടെ ഭാഗത്ത് നിന്ന് എന്തൊക്കെ മുൻകരുതലുകൾ എടുക്കാമോ അതൊക്കെയും അഭ്യഗാമ്യമാണ്. അത് കുറഞ്ഞപക്ഷം മാനുഷികമായ പരിഗണനയിൽ അല്പം ഒരു കരുതലോടുകൂടെ ഇങ്ങനെയുള്ളവരുടെ ജീവൻ സംരക്ഷിക്കുന്നതിന് വേണ്ടി നാം നിലനിർത്തുന്നത് എന്തുകൊണ്ടും അഭ്യഗാമ്യമാണ്. അല്ലെങ്കിൽ നിങ്ങൾ ആജീവനാന്തം മനസാക്ഷിയുടെ കുത്തുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഭ്രാന്ത് പിടിച്ചു പോകും. നിങ്ങൾ മുഖാന്തരം ഒരു ദേവദാസൻ കടുംതൂക്കത്തോടെ ചാടി എന്ന് മറ്റാരും കുറ്റം വിധിച്ചില്ലെങ്കിൽ നിങ്ങളുടെ മനസാക്ഷി നിങ്ങളെ കുത്തും. ദേവദാസന്മാരെ പോലെയല്ല നിങ്ങൾക്ക് മനസാക്ഷിയുണ്ട്. അതിൻ്റെ കുത്തൽ തുടങ്ങിയ ചില പ്രയാസമാണ്. അതുകൊണ്ട് ദയവായി ഇങ്ങനെയുള്ള അപകടങ്ങളിൽ ചെന്ന് ചാടരുത്. വളരെ വളരെ നിസ്സാരമാണ്. നിങ്ങൾ എടുക്കേണ്ട മുൻകരുതൽ എന്താണ്? നിസ്സാരമാണ്. നിങ്ങൾ ഈ ദേവദാസന്മാരുടെ അടുത്ത് പോകുമ്പോൾ മറുഭാഷ പറഞ്ഞ് നിറഞ്ഞാടുന്ന, അമറുകയും തുള്ളുകയും കറങ്ങുകയും ആളുകളായിട്ട് കറക്കുകയും ചെയ്യുന്ന ഈ പ്രത്യേകമായ അവസ്ഥയിൽ ആയിരിക്കുന്ന ആളുടെ അടുത്ത് പോകുമ്പോൾ നിങ്ങളുടെ ശരീരത്തിൽ ഇരുമ്പിൻ്റെ അംശം പോലും ഉണ്ടാകാതിരിക്കാൻ പ്രത്യേകം കരുതിക്കൊള്ളുകയും. അല്ലാഞ്ഞാൽ അതുകൊണ്ടുണ്ടാകുന്ന പരിണിത ഫലങ്ങൾ നമുക്ക് ഒന്ന് ചിന്തിക്കാൻ പോലും കഴിയാത്ത വിധത്തിൽ ഭീകരമായിരിക്കും. ഞാൻ പറഞ്ഞതുപോലെ ആത്മഹത്യക്ക് പ്രേരിപ്പിച്ചു എന്ന വലിയ കുറ്റം ആരോപിക്കപ്പെടാൻ സാധ്യതയുണ്ട്. എപ്പോഴാണ് ഈ സാധനം ഇറങ്ങിപ്പോവുകയും അതിൻ്റെ ഫലമായി മർക്കോസിൻ്റെ സുവിശേഷത്തിൽ എഴുതിയിരിക്കുന്നത് പോലെ
കടുന്തൂക്കത്തോടെ വീണ് ചത്തുപോയി എന്നൊക്കെ പറയുന്നത് അതൊക്കെ ചുമ്മാതെ പറയുന്നതല്ല. അതൊക്കെ അങ്ങനെ സംഭവിക്കാൻ വലിയ സാധ്യതയുള്ളതുകൊണ്ട് മാത്രമാണ് ഒരു മുൻകരുതൽ എന്ന പോലെ, ഒരു താക്കീത് എന്ന പോലെ അവിടെ രൂപപ്പെടുത്തിയിരിക്കുന്നത്. ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ നിങ്ങൾ പങ്കെടുക്കുമ്പോൾ വളരെ ശ്രദ്ധിച്ചു വേണം. അപകടവും ആജീവനാന്ത തലവേദനയെ നിങ്ങൾ വിളിച്ചു വരുത്തി തലയിൽ വെക്കരുത് എന്ന ഒരു ചെറിയ അപേക്ഷ നിങ്ങളുടെ മുമ്പിൽ സമർപ്പിക്കുന്നതിന് വേണ്ടി മാത്രമാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. അത് നിങ്ങൾ ശ്രവിക്കുകയും അതിനനുസരിച്ച് മറ്റുള്ളവരുടെ ജീവനെപ്പറ്റി നിങ്ങൾക്ക് കരുതലും വിലയും ഉള്ളതുകൊണ്ട് നിങ്ങൾ തീർച്ചയായും ഇതൊരു ഉപദേശമല്ല, ഒരു അപേക്ഷയാണ്. ഈ അപേക്ഷ കൈക്കൊണ്ട് അതിനനുസരിച്ച് നിങ്ങൾ ദേവദാസന്മാരുമായി ഇടപെടും, അല്ലെങ്കിൽ അവരുമായി സഹകരിക്കും എന്ന പ്രത്യാശയിൽ ഏവർക്കും എൻ്റെ നന്ദി അറിയിച്ച് വാക്കുകൾ ഉപസംഹരിക്കുന്നു. ഇനിയും കാണുന്നത് വരെ നല്ല ബുദ്ധിയിൽ പ്രവർത്തിപ്പാൻ, ദൈവം തന്ന തലച്ചോറ് വേണ്ട വിധത്തിൽ ഉപയോഗിക്കുന്നത് തെറ്റല്ല എന്ന് മനസ്സിലാക്കി അതിനെ വേണ്ടതുപോലെ പ്രയോജനപ്പെടുത്തുവാൻ ഏവർക്കും ഇടയാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് വാക്കുകൾ ഉപസംഹരിക്കുന്നു. നന്ദി, നമസ്കാരം.